ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. LE-TV LE1S എന്ന് പറയുന്ന ഫോണിന്റെ അൺബോക്സിംഗ് ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷനൊക്കെ കുറെ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 3GB RAM ആണ്, ഒക്ടാ കോർ പ്രോസസർ ആണ് ഇതിലുള്ളത്, 5.5 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ്. അതുപോലെ ഡ്യുവൽ സിം നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു മൈക്രോ സിമ്മും ഒരു നാനോ സിമ്മും ഇതിൽ യൂസ് ചെയ്യാം. ക്വിക്ക് ചാർജിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. USB Type-C കേബിൾ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ 3000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 13 മെഗാപിക്സലിന്റെ ബാക്ക് ക്യാമറ നിങ്ങൾക്ക് ഇതിൽ ലഭിക്കും. അതേപോലെ 5 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയും ലഭിക്കും. എന്തായാലും നമുക്ക് ഈ ഫോൺ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഞാനിവിടെ ഫോൺ ഓപ്പൺ ആക്കിയാണ്. ഇത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. ഇതിന്റെ വില ഇപ്പോഴും നിങ്ങൾക്ക് 9500 റുപ്പീസിന് ഈ ഫോൺ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. ഇതാണ് LE-TVയുടെ LE1S എന്ന് പറയുന്ന മൊബൈൽ ഫോൺ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 5.5 ഇഞ്ച് വലിപ്പമുള്ള ഒരു മൊബൈലാണ്. ഞാനിത് ഇവിടുന്ന് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നോക്കുക, ഇതിൻ്റെ കൂടെ ഒരു Type-C USB കേബിൾ നിങ്ങൾക്ക് ലഭിക്കും. നോക്കുക, Type-C ചാർജിങ് കേബിളാണ്. അതിനുശേഷം ഇതിൻ്റെ മൊബൈലിനെ കുറിച്ചുള്ള കാര്യങ്ങളടങ്ങിയ ഒരു പേപ്പർ നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ വായിച്ചു നോക്കാൻ സാധിക്കും. ഇംഗ്ലീഷിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് സിം ഇടുന്ന ട്രേ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു നീഡിൽ ഇവിടെ ലഭിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ചാർജർ ലഭിക്കും. ഇതിൻ്റെ പാക്കിംഗ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്. നോക്കുക, ഇതാണ് ചാർജർ. LE-TV അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇതൊരു ക്വിക്ക് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ചാർജറാണ്. ഇത്രയോ അക്സസറീസ് ഇതിൻ്റെ അകത്തുള്ളൂ. ഒരു ചാർജറും ഒരു USB കേബിളും ഹെഡ്ഫോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് ഫോണൊന്ന് ഓണാക്കി നോക്കാം. ഞാനിവിടെ നിന്ന് ഈ പേപ്പർ ഒന്ന് മാറ്റുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ കാണാൻ സാധിക്കും. 13 മെഗാപിക്സലിന്റെ ക്യാമറ കാണാം. അതേപോലെ ഇവിടെ LED ഫ്ലാഷ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ ഉണ്ട്. അതേപോലെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വോളിയം അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും കാണാൻ സാധിക്കും. ഏറ്റവും മുകളിലായിട്ട് ഇവിടെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ സിം ഇടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു സിം ഇടാനുള്ള ട്രേ ഇവിടെ കാണാം. ഞാനതൊന്ന് ഓപ്പൺ ആക്കിയാണ്. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് 2 സിം ഇടാൻ സാധിക്കും. ഒരു മൈക്രോ സിമ്മും ഒരു നാനോ സിമ്മും. ഈ ഫോണിന്റെ ഏറ്റവും വലിയൊരു കുറവായിട്ട് എനിക്ക് തോന്നിയത് ഇത് 32 GB ഇന്റേണൽ മെമ്മറി ഉള്ള ഫോണാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു കുറവായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ മെമ്മറി കാർഡ് ഇടാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. ഒരു സാധാരണ യൂസറിന് 32 GB സഫീഷ്യന്റ് ആണ്. ഞാൻ എന്തായാലും ഫോൺ ഇവിടെ നിന്ന് ഓൺ ആക്കിയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ലീ ഇക്കോ എന്ന് എഴുതി വന്നിട്ടുണ്ട്. അതേപോലെ താഴെയായിട്ട് പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ഞാൻ ഇവിടെ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇൻസേർട്ട് സിം കാർഡ്, ഇവിടെ സിം ഇൻസേർട്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ഒരു 4G സിം ഇടുകയാണ്. നോക്കുക, ഏകദേശം ഒരു 3-4 സെക്കൻഡിനുള്ളിൽ സിം ഇവിടെ ഡിറ്റക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അധികം സമയം എടുത്തില്ല, വളരെ പെട്ടെന്ന് തന്നെ സിം ഡിറ്റക്ട് ചെയ്തു. ഞാനിവിടെ വയർലെസ് നെറ്റ്വർക്ക് ഒന്നും സെലക്ട് ചെയ്യുന്നില്ല. അതിനുശേഷം സ്കിപ്പ് ചെയ്തു. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ലൈസൻസ് എഗ്രിമെന്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഞാനിവിടെ നിന്ന് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്തു. വീണ്ടും കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഫിംഗർ പ്രിന്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും, ആഡ് ചെയ്യാൻ സാധിക്കും. ഫിംഗർ പ്രിന്റ് സ്കാനർ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഒരു പാസ്വേഡ് കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിംഗർ പ്രിന്റ് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാനിവിടെ നിന്നും ഫിംഗർ പ്രിന്റ് ആഡ് ചെയ്യുകയാണ്. നോക്കുക, പല രീതിയിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് ഇവിടെ നിന്നും ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഓക്കെ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്.
കണ്ടിന്യൂ. അതിനുശേഷം സ്റ്റാൻഡേർഡ് വ്യൂ ആണ്, സ്യൂം വ്യൂ അല്ല ഞാൻ ഇവിടെ എടുക്കുന്നത്, സ്റ്റാൻഡേർഡ് വ്യൂ ആണ്. അതിനുശേഷം ഓക്കെ കൊടുത്തു. അതിനുശേഷം ഫിനിഷ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോൺ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. സെറ്റിംഗ്സിൽ നമുക്കൊന്ന് പോയി നോക്കാം. സെറ്റിംഗ്സിൽ ഏത് വേർഷനാണ് ആൻഡ്രോയിഡ് വേർഷൻ എന്നും മറ്റും ഒന്ന് നോക്കാം. ആൻഡ്രോയിഡ് വേർഷൻ 5.0 ആണ്. മോഡൽ നമ്പറും ഡിവൈസ് നെയിമും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റെക്കോർഡറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ഒന്ന് ക്യാമറ ഒന്ന് ഓപ്പൺ ആക്കിയാണ്. ഈ ഫോണിന്റെ ബാക്ക് ക്യാമറ, റിയർ ക്യാമറ വളരെ നല്ല ക്യാമറയാണ്. എന്നാൽ ഫ്രണ്ട് ക്യാമറ അത്ര പോരാ. ഞാൻ ഈ ഫോൺ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്, അതിനുശേഷമാണ് ഈ ഫോൺ വാങ്ങിയത്. ഇതിന്റെ എന്തായാലും ബാക്ക് ക്യാമറ നല്ല ക്യാമറയാണ്. എനിക്ക് തോന്നുന്നു റെഡ്മി നോട്ട് 3 കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ മികവ് പുലർത്തുന്ന ഒരു ക്യാമറയാണ് ഇതിലുള്ളത്. എന്നാൽ ഇതിന്റെ ക്യാമറയുടെ റിവ്യൂ ഒക്കെ ഞാൻ അടുത്ത വീഡിയോകളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ക്വിക്ക് അൺബോക്സിംഗ് ആണ് കാണിച്ചത്. ഈ ഫോണിന്റെ 10,000 രൂപയുടെ താഴെ ലഭിക്കുന്ന ഫോണിൽ ഒരു പ്രീമിയം ലുക്കുള്ള ഫോൺ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് LTVയുടെ L1S എന്ന് പറയുന്ന ഈ ഫോണിലേക്ക് പോകേണ്ടി വരും. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് സ്പീക്കറുകൾ കാണാൻ സാധിക്കും. നമുക്കിതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നോക്കുക, വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാണാൻ സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആകുന്നുണ്ട്. നോക്കൂ, ഞാൻ ഈ ഫോൺ വാങ്ങിയത് ഏകദേശം 7,450 രൂപയ്ക്കാണ് ഈ ഫോൺ ഞാൻ വാങ്ങിയത്. 32 GB ഇന്റേണൽ മെമ്മറി ഉണ്ട്, അതേപോലെ 3 GB റാം ഉള്ള ഫോണാണ്. സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകളൊന്നും തന്നെ ഇല്ല. നമുക്ക് ആവശ്യമുള്ള ചില ആപ്ലിക്കേഷനുകൾ MIയുടെ ഫോണിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ മാത്രമേ ഇതിൽ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് LTVയുടെ L1S എന്ന് പറയുന്ന ഫോണിന്റെ അൺബോക്സിംഗ് കാണിച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോകളിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഈ മൊബൈലിന്റെ അൺബോക്സിംഗ് കാണിക്കാൻ കാരണം ഒരുപാട് സുഹൃത്തുക്കൾ റെഡ്മി നോട്ട് 3യുടെയും അതേപോലെ MI മാക്സിന്റെയും ഒക്കെ അൺബോക്സിംഗ് ചെയ്തതിന് ശേഷം L1S എന്ന് പറയുന്ന ഫോൺ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനുശേഷം ഞാൻ ഈ 3 ഫോണുകളും കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോകളിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. കുറഞ്ഞ ഒരാഴ്ചയെങ്കിലും ഇതൊന്ന് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് നിങ്ങളുമായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഇതിൽ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.